ഹലോ നമസ്കാരം. നമ്മളിന്ന് ലോറയുടെ പുതിയ ബസ്സുകൊണ്ട് മസാല കോഫി പറഞ്ഞ ബസ്സുകൊണ്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഒരു AC ട്രിപ്പാണ് പോകുന്നത്. മൂവാറ്റുപുഴ ആ ഭാഗത്തേക്കാണ് ട്രിപ്പ്. നമുക്ക് ആളെ എടുക്കാനുള്ളത് എടപ്പാളിൽ നിന്നാണ് ആളെ എടുക്കാനുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടെ ഉള്ളത് ബാബുവാണ്. എൻ്റെ കൂടെ ഉള്ളത് 2 ബസ്സുണ്ട് കേട്ടോ. ഒന്ന് ലോറയുടെ അർഗാപ്പാട്ടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മളെ കുറ്റിപ്പുറം പുതിയ പാലത്തിൻ്റെ മുകളിലൂടെ കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് എക്സിറ്റ് ആയിട്ട് നമ്മൾ തൃശ്ശൂർ റോഡ് നമുക്ക് കയറണം കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഗസ്റ്റിൻ്റെ വീടിൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. നമ്മളെ മുമ്പിൽ നമ്മൾ അർഗാപ്പാട്ടി പോയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അത് അർഗാപ്പാട്ടി അവിടെ തിരിച്ച് അവിടെ പാർക്കിംഗ് കൊടുത്തിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോയിട്ട് വേണം നമുക്ക് തിരിക്കാൻ. അപ്പോൾ അവർ തിരിച്ചിട്ട് അവിടെ ഒരു നല്ലവർക്കൊരു പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ പാർക്ക് ചെയ്യാണ്. അങ്ങനെ ഞങ്ങൾ ബസ് തിരിക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് കുറച്ചും കൂടി മുന്നോട്ട് വേണം, ഒരു ചെറിയൊരു കവലയിലേക്ക് വേണം തിരിക്കാൻ. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ് തിരിക്കണം. അപ്പോൾ ബസ് തിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം നമ്മളെ ജിഷ്ണു, ടാർഗാപ്പാട്ടിത്തെ ക്ലീനർ ജിഷ്ണുവാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ബസ് തിരിച്ചിട്ട് നമ്മളിതാ പാർട്ടിയുടെ വീടിൻ്റെ മുമ്പ് കൊടുന്ന് നിർത്തിയിട്ടോ. അപ്പോൾ ഈ വീട്ടിൽ നിന്നാണ് പോകാനുള്ളത്. ഇവരെ മോളെ മൂവാറ്റുപുഴയ്ക്ക് കല്യാണം കഴിച്ചിരിക്കണം. അപ്പോൾ അവിടുത്തെ കല്യാണം ഇന്നാണ്. അപ്പോൾ അങ്ങോട്ടാണ് ഇന്ന് പോകുന്നത്. 2 ബസ് AC ട്രിപ്പാട്ടോ. ഇതിപ്പോൾ ഇത് ലോറൻ്റെ മസാല കോഫി പറഞ്ഞ ബസ്സിൻ്റെ സെക്കൻഡ് ട്രിപ്പാണ്. ഇന്നലെ ഫസ്റ്റ് ട്രിപ്പ് പോയിരുന്നു, ഇന്ന് സെക്കൻഡ് ട്രിപ്പാട്ടോ. ഓക്കെ, ബസ്സിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ ഇങ്ങനെ കാണിച്ചു തരാം. സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ലൈറ്റ് വർക്കുള്ള ബാലൻസ് ഉണ്ട്. അങ്ങനെ അതിൽ മസാല കോഫിയിൽ ഫുൾ ആളെ കയറ്റിൻ്റെ ശേഷം പാർഗാപ്പാട്ടിയിൽ ആളെ കയറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിൽ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 AC ട്രിപ്പ് തന്നെ കേട്ടോ ഉള്ളത്. അങ്ങനെ 2 ബസ്സും ആളെ കയറ്റിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, നമ്മളങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോകാൻ നിൽക്കുകയാണ്. പോണ വഴിക്ക് ഇങ്ങനെ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പെരുമ്പിലാവ് എത്തിയപ്പോൾ തന്നെ ചെറിയ ബ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ റോഡ് വർക്ക് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ബ്ലോക്ക് ഉണ്ട്. നമുക്ക് തൃശ്ശൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടും, അത് ഷുവറാണ്. പെരുമ്പിലാവുന്ന് പോകുന്നത് മറ്റേ പന്നിത്തടം വഴി അങ്ങനെ കേച്ചേരിക്ക് ചാടാനുള്ള വഴി കൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ ഭാഗത്തുള്ള റോഡൊക്കെ ഫുള്ള് വർക്ക് എടുത്തിട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. പന്നിത്തടം ഇങ്ങനെ പാസ് ചെയ്യാണ്. പന്നിത്തടം കഴിഞ്ഞിട്ടുള്ള ആ പാടൊക്കെ ഇല്ലേ, ആ പാടൊക്കെ ഉഷാറായിട്ടുണ്ട്. പാടത്തിന് 2 സൈഡിലും നല്ല പച്ചപ്പിൽ. പണ്ട് ഇവിടെയൊക്കെ ഒരു ചാട്ടങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ മാറിട്ടോ. വണ്ടി കൊണ്ട് പോയവർക്ക് മനസ്സിലാവും. പെട്ടെന്ന് വലിയ അമ്പ് പോലത്തെ ഒരു ചാട്ടം, അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് നല്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. 2 ഭാഗത്തും കൈവരികളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടോളൊക്കെ കഴിഞ്ഞിട്ട് ഹൈവേയിലെത്തിയിട്ടുണ്ട്. ഹൈവേയിലെത്തിയിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ നമുക്ക് അടുത്ത ബ്ലോക്ക് കിട്ടി. ഈ ഭാഗത്തേക്ക് അങ്കമാലി ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരുപാട് ബ്ലോക്കുകൾ കിട്ടും കേട്ടോ. ബ്ലോക്കൂടെ മെല്ലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും, ഇടയ്ക്ക് മെല്ലെ പോകും. എന്തായാലും ഞങ്ങൾ ലാസ്റ്റ് മൂവാറ്റുപുഴ കല്യാണ മണ്ഡപത്തിൻ്റെ അവിടെ എത്തിയിട്ട് ആളെ ഇറക്കിയിട്ട് വണ്ടി കുറച്ച് ലോങ്ങിൽ വേണം കൊണ്ടുപോയിടാൻ. അവിടെ പാർക്കിംഗ് ഇല്ല, അപ്പോൾ അവിടേക്ക് പോകാം കേട്ടോ. നല്ല ബ്ലോക്ക് ഉണ്ട് അവിടെ. മഴ കാരണം ആളുകളൊക്കെ ഒരുമിച്ചാണ് കല്യാണത്തിലെത്തി, കാരണം നല്ല ബ്ലോക്കാണ്. അപ്പോൾ വണ്ടി കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടേക്ക് ഞങ്ങളെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കാറുകാരനെ ഏൽപ്പിച്ചിരുന്നു കേട്ടോ. അവിടെ വീട്ടിലെ ഫാമിലിയുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെടുത്തിട്ട് ഞങ്ങളെ കല്യാണ മണ്ഡപത്തേക്ക് പോവുകയാണ്. കല്യാണ മണ്ഡപത്തിലെത്തി, നല്ല തിരക്കടക്കുന്നുണ്ട്, ഫോട്ടോഷൂട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്ത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുക കേട്ടോ. ഓക്കെ, തിരക്കൊക്കെ ഒഴിഞ്ഞുകൊണ്ടപ്പോൾ ഞങ്ങൾ ഏകദേശം 2 മണി കഴിഞ്ഞിരിക്കണം ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേന്. ഞങ്ങളിനി തിരിച്ചിറങ്ങാൻ നിൽക്കുക കേട്ടോ. ഞങ്ങൾ ബസ്സിൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ നിൽക്കുകയാണ്. ബസ് എടുത്തിട്ട് ഇങ്ങോട്ട് തിരിച്ച് വരണം കേട്ടോ. നമ്മളെ ഗസ്റ്റിനെ കൺസിൽ ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് നമ്മൾ ബസ് വണ്ടി നിർത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് കല്യാണ മണ്ഡപത്തേക്ക് വന്ന ആ വണ്ടിയിൽ തന്നെയാണ് നമ്മൾ തിരിച്ച് പോകണം കേട്ടോ. തിരിച്ച് ബസ്സിൻ്റെ അടുത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബസ്സിൻ്റെ അടുത്ത് എത്തി. 2 ബസ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ പാർക്കിങ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വേറൊരു സ്ഥലവും കിട്ടിയില്ല. ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് നമുക്ക് പാർക്കിങ് കിട്ടിയത്. അങ്ങനെ ബസ്സിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പോകാം കേട്ടോ. കുറച്ച് നേരം പുറത്ത് ഇരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ ബസ്സിൽ റെസ്റ്റ് എടുക്കുമ്പോഴാണ് നമ്മൾ അൽത്താഫ് വന്നത് കേട്ടോ. അൽത്താഫ് അവിടെ മൂവാറ്റുപുഴ ഭാഗത്തുള്ള തന്നെയാണ്.
രണ്ട് ബസ്സിൻ്റെയും സൗണ്ട് വർക്ക് അൽത്താഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. വർമാസിൽ ഓഡിയോസിലെ സ്റ്റാഫാണ്. അപ്പോൾ ട്രിപ്പ് ഇങ്ങോട്ട് അടുത്ത് തന്നെ വന്നിട്ട് പറഞ്ഞപ്പോൾ അവൻ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ നമ്മളവിടുന്ന് പോന്നിട്ട് ഓഡിറ്റോറിയത്തിൽ നിന്ന് ഗസ്റ്റിനൊക്കെ എടുത്തിട്ട് അവർക്ക് ചെക്കൻ്റെ വീട് കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അവരൊക്കെ ചെക്കൻ്റെ വീട്ടിൻ്റെ അവിടെ ഇറക്കിയിട്ട് നമുക്ക് നല്ലൊരു പാർക്കിംഗ് കിട്ടിയിട്ടോ. റോഡിൻ്റെ സൈഡിൽ തന്നെ നല്ലൊരു പാർക്കിംഗ് കിട്ടി. അപ്പോൾ അർഗാപ്പാട്ടിക്ക് ബസ്സിൻ്റെ മുമ്പിൽ തന്നെ ഒരു പാർക്കിംഗ് നമ്മൾ സെറ്റാക്കി കൊടുത്തു. അപ്പോൾ അവർ ആളിറക്കിയിട്ട് അങ്ങോട്ട് പോകും കേട്ടോ. തൊട്ട് മുമ്പിൽ തന്നെയാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവിടെ വീട്ടുകാരോട് റംബുട്ടാനൊക്കെ ഇറക്കട്ടെ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരു കുറച്ച് റംബുട്ടാനൊക്കെ ഇറക്കാൻ പറഞ്ഞു. അതൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ നിന്നപ്പത്തിന് പാർട്ടിക്കാർ വന്നു. അങ്ങനെ പാർട്ടിക്കാരെടുത്തിട്ട് ഫസ്റ്റ് നമ്മളെ വണ്ടിയാണ് ഫുള്ളായത്. അപ്പോൾ നമ്മളങ്ങനെ പോവുകയാണ്, തിരിച്ച് പോകുമ്പോൾ തന്നെ നമുക്ക് പാർട്ടിയിലുള്ള ഒരാളെ കമ്പനിയായിട്ടൊക്കെ കിട്ടി. അപ്പോൾ അങ്ങനെ ചെറിയ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അങ്ങനെ തൃശ്ശൂർ എത്തിയപ്പോൾ നമ്മൾ നിസ്കരിക്കാനും ലേഡീസിന് ടോയ്ലറ്റ് പോകാനൊക്കെ വേണ്ടിയിട്ട് ഒരിടത്ത് നിർത്തിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിന്നർ എല്ലാവരും വീട്ടിലെത്തുമ്പോൾ ലേറ്റ് ആവും എന്ന് പറഞ്ഞപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ്. റൈസ് ആൻഡ് ഫിഷ് എന്നുള്ള റെസ്റ്റോറൻറ്റിലാണ് നിർത്തിക്കുന്നത്. അപ്പോൾ അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചിട്ട് എല്ലാവരും കഴിച്ചു. മറ്റൊരു കുറച്ച് ബാക്കിലാണ് പെരുമ്പിലാവാൻ നിർത്തിയത്. അങ്ങനെ ഒരു 10:30 ആയപ്പത്തിന് നമ്മൾ പാർട്ടിക്കാരെ തിരിച്ച് അവരെ വീട്ടിൽ തന്നെ സേഫാക്കി എത്തിച്ചിട്ടോ. എല്ലാവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി. കറക്റ്റ് സമയം അങ്ങനെ ബസ്സിലുള്ള കുട്ടികൾക്ക് ബസ്സിൻ്റെ നെയിം ബോർഡ് ലൈറ്റ് കത്തണ കാണണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്താട്ടോ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് സ്റ്റാർഗാബേട്ടി ആദ്യം ആൾക്കാരെ ഇറക്കിയിരുന്നു കേട്ടോ. അവർ തിരിച്ചു പോയിരുന്നു. ഞങ്ങൾ കുറച്ച് ലേറ്റായി, ഭക്ഷണം കഴിച്ച് ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങനെ പോരുമ്പോഴാണ് ബസ്സിൻ്റെ ഉള്ളിലത്തെ റെഡിക്ക് ഒരു വ്യൂ കാണിച്ചു തരാൻ ഞങ്ങൾക്ക് പറ്റിയ കേട്ടോ. സൗണ്ട് വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാലൻസ് ഉള്ളത് നമുക്ക് ലൈറ്റ് വർക്കാണ് ബാലൻസ് ഉള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉടനെ ചെയ്യണം. ഓക്കെ, 49 സീറ്റാണ് വരുന്നത്. അത് സീറ്റ് പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത്. പിന്നെ AC കൂടി ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ബസ്സാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ട്രിപ്പിൻ്റെ വ്ളോഗുമായിട്ട് വരാം കേട്ടോ. ഓക്കെ, ബൈ.